വലിയൊരു മത്സരം വെച്ച് വിജയികൾക്ക് ആകർഷണീയമായ കേശപാടുകളും ട്രോഫികളും നൽകിക്കൊണ്ട് 3 സ്റ്റാറിന്റെ 15ാം വാർഷികം ആഘോഷിച്ചെടുക്കുക അറിയാവുന്ന ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ആരോഗ്യം എന്നുള്ളത്. അത് നമ്മൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകാൻ എപ്പോഴും ജാഗരൂകരാകണം. കാരണം ഇപ്പോൾ നമ്മൾ അടുത്തിടത്തിയായി കേൾക്കുന്നതാണ് ചെറുപ്പക്കാരായ ആളുകൾ, എന്റെയൊക്കെ പ്രായക്കാർ, വളരെ നല്ല പ്രായമുള്ളവരും ചെറിയ പ്രായക്കാരും ഒഴിച്ചിട്ട് 35-40 ഇടയിലുള്ള ആൾക്കാർ കുഴഞ്ഞു വീണും ഹൃദയാഘാതം കൊണ്ടും ഇന്നലെ കുവൈത്തിലാണെങ്കിൽ ഇന്ന് UAE തളങ്കര സ്വദേശി ഹൃദയാഘാതം മരണപ്പെട്ടിരിക്കുകയാണ്. ദിനേന സ്വദേശത്തായാലും വിദേശത്തായാലും ചെറുപ്പക്കാരായ ആളുകൾ ഹൃദയാഘാതം കൊണ്ടും സൈലന്റ് അറ്റാക്ക് കൊണ്ടും മരണപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതൊക്കെ മാറ്റം വരാൻ നമ്മൾ കുറെ സമ്പാദിച്ച് നേടുക എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ആരോഗ്യം നമ്മൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ നിലനിർത്തുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും നമ്മൾ ഇന്ന് വളർന്നു വരുന്ന മക്കൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്കൂളിലും മറ്റും വിദ്യാലയങ്ങളിലൊക്കെ ഇതിന് ആരോഗ്യപരമായിട്ടുള്ള സെമിനാറുകളും എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പാരന്റ്സിനെ വിളിച്ച് എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സോ ഇത് ആരോഗ്യപരമായിട്ടുള്ള ക്ലാസ് വെച്ചാൽ ആരും തന്നെ അവിടെ എത്തിപ്പെടാറില്ല എന്നുള്ളതാണ് വാസ്തവം. പഞ്ചായത്ത് തലത്തിലും ആരോഗ്യ സെമിനാറുകളൊക്കെ വെക്കാറുണ്ട്. പലപ്പോഴും നമുക്കത് മറന്നുപോവുകയാണ്. ഉള്ളവരെ ഉപയോഗപ്പെടുത്തി പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓരോരുത്തരായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടും ഷുഗർ രോഗികളൊക്കെ ഐസ്ക്രീമും മറ്റും മധുരപലഹാരവും കിട്ടുന്നു.